ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹാനാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. ഏത്തപ്പഴം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഹെൽത്തിയാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. 2 ഏത്തപ്പഴം, നന്നായി പഴുത്ത 2 ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. അത് 1/2 കപ്പ് കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് ഫ്ലേക്സ്, അതായത് അവൽ, വെളുത്ത അവലാണ്. നിങ്ങൾക്ക് ചുമന്ന അവൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി തണുപ്പിച്ച പാലാണ്. ഇനി ഞാൻ ആദ്യമായിട്ട് തന്നെ ആ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ പഴുത്ത പഴമായിരിക്കണം, കാരണം ഞാനിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഴുത്ത പഴമാണ് എടുക്കുന്നത് നല്ലത്. നന്നായി പഴുത്ത പഴം വേവിച്ചതിന് ശേഷം, ആവിയിൽ വേവിച്ചതിന് ശേഷം ഉടച്ച് വെച്ചതാണിത്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ അതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്. മുഴുവൻ പാൽ ഞാൻ ഒഴിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 150 ml പാൽ, അതായത് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. നല്ല തണുപ്പുള്ള പാലാണ്. ഇത് നല്ല തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. തണുപ്പ് ആവശ്യമില്ലെങ്കിൽ തണുപ്പൊന്ന് പോയതിന് ശേഷം കൊടുത്താലും മതി. പഞ്ചസാര ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇനി ഞാൻ അതിലേക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അവൽ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അവൽ എപ്പോഴും കഴിക്കുന്നതിന് കുറച്ച് മുന്നേ വേണം ഇതിടാൻ. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്താൽ മതി. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ പാൽ ഒഴിക്കരുത്. മുഴുവനും കൂടി കുറച്ച് പാൽ വെക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സാക്കിയതിന് ശേഷം പാല് മുഴുവനായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ കോൺഫ്ലേക്സ് ആയാലും നമ്മുടെ അവലായാലും ഒക്കെ ആ വെള്ളത്തിന് നന്നായി അബ്സോർബ് ചെയ്ത് ആ പാല് അങ്ങ് അബ്സോർബ് ചെയ്തെടുത്ത് കളയും. അപ്പോൾ പിന്നെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ കോൺഫ്ലേക്സ് ഇടേണ്ട ആവശ്യമില്ല, എന്നാലും നല്ല ടേസ്റ്റായിരിക്കും. പാലിൽ ഇനി പഞ്ചസാര ഇടുന്നവർക്കാണെങ്കിൽ അത് ഇടുകയും ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര കുറവാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും കാണാനും നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. ബാച്ചിലേഴ്സിനും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക്